നിറയണമേ. ഓ അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ പ്രാർത്ഥന വീക്ഷിക്കുകയാണ്. കഥാദാസൻ സ്തോത്രം സിദ്ധിച്ചാക്കോ പാസ്റ്റർ, ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കും. നല്ല ഉയരവും നല്ല പേഴ്സണാലിറ്റിയുള്ള ഒരു കഥാദാസൻ. തൻ്റെ ആ എല്ലാവിധമാകും ദൈവം കൊടുത്ത ആ കൃപകളും യോഗ്യതകളും അനുസരിച്ച് അനേകരുടെ സമൂഹങ്ങളിൽ തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് പ്രവർത്തിക്കുന്നതോർത്ത് കഥാദാസന്റെ സ്തോത്രം ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. അദ്ദേഹത്തിന്റെ മുൻപിൽ ഇരുന്ന് ദൈവത്തിനെ കേൾക്കുള്ള ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് തന്നു. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ കഥാദാസന്റെ പേര് ഞാൻ ഓർക്കുന്നില്ലെങ്കിലും ഞാൻ അദ്ദേഹത്തിന്റെ അനുഭവം ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു. സ്തോത്രം മറ്റൊരു അവസരത്തിലാക്കാം എന്ന് പറഞ്ഞ് ദൈവദാസന്മാരെ 3 പേരെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഹല്ലേലൂയ സിദ്ധിച്ചാക്കോ പാസ്റ്ററെ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നിത്യ ജീവമൊഴികൾ ഞങ്ങൾക്കുള്ള ദിവസമ്പത്തേശുവേ നീയല്ലോ ആശ്രയിപ്പാനാരുമേ നീയല്ലോ ആശ്രയിപ്പാനാരുമേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവസമ്പത്തേശുവേ. ദൈവത്തിന് നല്ലൊരു അനുഗ്രഹീതമായ നല്ല രാത്രിക്കായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അടിമാലയുടെ ദേശത്ത് വീണ്ടും ഈ രാത്രിയിൽ കർത്താവിന്റെ വചനവും സാക്ഷ്യവും നിമിത്തം ഞങ്ങളേവരുടെയും നടുവിലായിരിക്കാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ നടത്തുന്ന വിശ്വസ്തതയ്ക്കാണ് ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തും. ഞാൻ ഇവിടെ വന്ന് ഉച്ചത്തെ പകലത്തെ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തോട്ടൊന്ന് സഞ്ചരിച്ച് ഈ മലനിരകളൊക്കെ കണ്ടപ്പോൾ ഞാൻ ദൈവത്തെ ഒത്തിരി സ്തുതിച്ചു. നിങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിച്ചു. ബിക്കോസ് ഈ മലനിരകളൊക്കെ ചവിട്ടി കയറി ആമേൻ ദൈവത്തിന് വേണ്ടി അധ്വാനിപ്പാൻ മറ്റാരും തിരഞ്ഞെടുക്കാത്ത എനിക്ക് അങ്ങനെ ഇഷ്ടം. അങ്ങനെയുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വിളഞ്ഞു കിടക്കുന്ന വയലുകൾ കൊയ്യാൻ എളുപ്പമാണ്. ആമേൻ പരുവമല്ലാത്ത മണ്ണിനെ പാകപ്പെടുത്തി അതിനകത്ത് കൃഷി ചെയ്ത് കൊയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. അങ്ങനെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന എല്ലാ അഭിഷക്തന്മാരെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. ദൈവം ഇനിയും ഈ ദേശത്ത് ആ പേര് പോലെ തന്നെ ഒരു റിവൈവൽ, വലിയൊരു ഉണർവിനായി ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കട്ടെ. ഞാൻ ഇവിടെ ഇങ്ങനെ വൈകുന്നേരത്തെ മീറ്റിംഗ് ഇവിടെ ഇരുന്നപ്പോൾ കുറേ നാളുകൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് ഞങ്ങൾ കഴിഞ്ഞ 2021 തോന്നുന്നു ഞാൻ അല്പമായി ശാരീരികമായ ഒരു പ്രയാസത്തിലൂടെ കടന്നുപോയി. ആ സമയം എന്നോട് തന്നെ ആരോ പറയുന്നു ഞാൻ മരിച്ചു പോകുമെന്നുള്ള ഒരു വല്ലാത്ത സിറ്റുവേഷൻ എൻ്റെ മനസ്സിനകത്ത് വല്ലാതെ രൂപപ്പെട്ട ഒരു സമയം. തികച്ചും ഐസൊലേറ്റഡ് ആയെന്ന് പറഞ്ഞാൽ മുറിക്കകത്തുനിന്ന് വെളിയിലിറങ്ങാതെ ഒതുക്കപ്പെട്ട ഒരു സമയം. ആ സമയത്ത് എന്നെ പ്രാർത്ഥനയല്ലാതെ ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയ സമയത്ത് ഞാനും എൻ്റെ അമ്മയും എൻ്റെ വൈഫും കൂടെ എൻ്റെ സഹോദരനെ കൂട്ടായി കൊടുത്ത് ഞങ്ങളുടെ ചേച്ചിയും അവരെല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ മണിക്കൂറുകൾ രാത്രികൾ പകലാക്കി വെളുപ്പിനെ 3 മണി വരെ 4 മണി വരെയൊക്കെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച ദിവസങ്ങളും അങ്ങനെ 1-2 അല്ല 40 ദിവസത്തോളം പ്രാർത്ഥിച്ചു കഴിഞ്ഞാണ് എനിക്കൊരു പരിപൂർണ്ണ വിടുതൽ എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിച്ചത്. ഞാനത് പറയാനല്ല വന്നത്. അതിനിടയ്ക്ക് ഏതോ ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അമ്മ ഒരു പ്രവാചകിയാണ്. അങ്ങനെ പുറത്ത് ശുശ്രൂഷിക്കാൻ പോകാറില്ല. ഞാൻ ഇടയ്ക്ക് അമ്മയോട് ചോദിക്കാറുണ്ട്, എന്താ അമ്മ ശുശ്രൂഷിച്ചിരുന്നെങ്കിൽ ഇന്ന് അറിയപ്പെടുന്ന ഒരാളാകുമാരെന്നൊക്കെ ഒന്ന് ഞാൻ ഇടയ്ക്ക് അമ്മയോട് ചോദിക്കാറുള്ളൂ. അമ്മ പറയും, ഞാൻ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എൻ്റെ 4 തലമുറകൾ ദൈവത്തിന് വേണ്ടി നിൽക്കണമെന്നുള്ളതായിരുന്നു. അതായിരുന്നു എൻ്റെ ആഗ്രഹം എന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ അങ്ങനെ പ്രാർത്ഥനയുടെ ഇടയിൽ അമ്മ പെട്ടെന്ന് പ്രവചനാത്മാവിനാൽ നിറഞ്ഞ് ഞങ്ങൾ സഹോദരങ്ങളോട് 2 പേരോട് ഒരു ദൂത് പറഞ്ഞു. അടിമാലിയിൽ ഒരു ഉണർവ് നടക്കാൻ പോകും, നിങ്ങൾ അതിനൊരു വക്താക്കളാകുമെന്ന് ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല. 3 വർഷം മുമ്പ് ഞാൻ ഇന്ന് ഇവിടെ ഇരുന്നപ്പോഴാണ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ
അന്നിങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല. ഈ മീറ്റിങ്ങിൽ ക്ഷണിച്ചപ്പോഴും അമ്മയും അത് ഓർത്തില്ല, ഞാനും അത് ഓർത്തില്ല. പക്ഷെ ഇവിടെ ഇരുന്നപ്പോ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ എന്റെ ഹൃദയത്തിൽ ഓർമ്മ വരാനിടയായി. ദൈവം ഈ ദേശത്ത് എന്തൊക്കെയോ ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം ഒരാമേൻ പറഞ്ഞു. മുഖവരകളൊന്നും പറഞ്ഞ് സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾ വീട്ടിൽ ചെന്ന് തുടങ്ങിയാൽ ഞങ്ങൾ വീട്ടിലെത്തിയല്ല. അതുകൊണ്ട് എത്രയും വേഗം പോകണമെന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ദേവദാസൻ കഴിഞ്ഞ ദിവസം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് നാളെ ഫ്യൂണറൽ സർവീസ് അവിടെ എത്തണം. പല കാര്യങ്ങൾ മുമ്പോട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ദേവദാസനോട് നേരത്തെ പറഞ്ഞു, വൈകിട്ട് ആഹാരം പോലും കരുതരുത്, കഴിഞ്ഞ ഉടനെ ഞങ്ങൾ പുറപ്പെടുമെന്ന് പറഞ്ഞു. വേറൊന്നും കൊണ്ടല്ല, എത്രയും വേഗം ഭവനത്തിൽ എത്തിച്ചേർന്നു. നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് ബലം. അതാണ്ട് ദാസൻ പറഞ്ഞ പോലെ എപ്പോഴെങ്കിലും ഈ പൊക്കോ ഈ മുഖമോ ഒക്കെ ഓർമ്മ വരുമ്പോൾ ജസ്റ്റ് ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്റ്റീഫൻ പാസ്റ്റർ കാര്യത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. സ്റ്റീഫൻ പാസ്റ്റർ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും കാണുവാൻ, പരിചയപ്പെടുവാൻ, ദേവദാസന്മാരെയൊക്കെ നടത്തുന്ന വിധങ്ങളൊക്കെ കേൾപ്പാൻ ദൈവം ഇടയാക്കി. ദൈവം ഇനിയും അവരെ വളർത്തട്ടെ, ആദരിക്കട്ടെ. ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കാതെ ദേശങ്ങളിലേക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിക്കട്ടെ. ഇടുക്കിയുടെ പല ദേശങ്ങളിൽ മാത്രമല്ല, കേരളം മുഴുവൻ നിങ്ങളെ കൊണ്ട് ദൈവം ആമേൻ ഈ ഉണർവ് ആമേൻ കത്തി പടരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായി വേഗത്തിലൊരു വാക്യം വായിച്ച്, സമയം നമ്മുടെ മുമ്പിലില്ലല്ലോ, അതുകൊണ്ട് വേഗത്തിൽ വായിച്ച് കർത്താവിന്റെ വചനത്തിലേക്ക് പ്രവേശിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാമത്തെ അധ്യായം. 2 ദിനവൃത്താന്തം 20-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. അവൻ പറഞ്ഞതെന്തെന്നാൽ, യഹൂദരൊക്കെയും യെരൂശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവുമായുള്ളവരെ കേട്ടുകൊള്ളുവിൻ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിന്റേതത്രേ. നല്ലൊരാമേൻ പറഞ്ഞാൽ ചിന്തിക്കാൻ പോകുന്ന ഒറ്റ വാക്കാണ്, യുദ്ധം ദൈവത്തിൻ്റെതാണ്. ബാറ്റിൽ ബിലോങ്സ് ടു ലോ. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. യുദ്ധം ദൈവം ഏറ്റെടുക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ഒരു ആമേൻ പറഞ്ഞു. ഇതിന്റെ മുഖവരകളൊന്നും പറഞ്ഞ് സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും ഭവിഷ്യക്കന്മാർ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ചരിത്രങ്ങളും പശ്ചാത്തലങ്ങളും ഒക്കെ കാണാപ്പാടാണ്. ആമേൻ. നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് അതിനേക്കാൾ വലിയ മണ്ടത്തരമായി മാറും. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കാതെ ദൈവം നൽകിയ ദൂതുകൾ മാത്രം പറഞ്ഞ് വേഗത്തിൽ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക. യോശാഫാത്ത് എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട രാജാവ്, അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസൻ, തന്റെ രാജ്യത്തിനെതിരായ 3 സൈന്യങ്ങൾ യുദ്ധത്തിന് വരികയാണ്. എത്ര സൈന്യങ്ങളാ? 3 സൈന്യങ്ങൾ. അമ്മോന്യർ, മോവാബ്യർ, മെയൂന്യരിച്ചിലർ. 3 സൈന്യങ്ങൾ യോശാഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ യോശാഫാത്ത് ഭയപ്പെട്ടുപോയി. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ഭയപ്പെട്ടു പോയാൽ പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, ദൈവസന്നിധി മുട്ടും മടക്കുക എന്നുള്ളതാണ്. ചിലർ പറയാറുണ്ട് പ്രശ്നം വരുമ്പോഴല്ല പ്രാർത്ഥിക്കേണ്ടതെന്ന്. സത്യമാണ്. പക്ഷെ പ്രശ്നം വരുമ്പോഴും പ്രാർത്ഥിക്കുന്നതുകൊണ്ട് വലിയ തെറ്റൊന്നും രാമൻ പറഞ്ഞു. പ്രശ്നം വരുമ്പോഴും പ്രാർത്ഥിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ അല്ലാത്തപ്പോഴും പ്രാർത്ഥിക്കണം. പക്ഷെ പ്രശ്നം വരുമ്പോഴും പ്രാർത്ഥിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അങ്ങനെ യോശാഫാത്തിന് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു എന്ന് പറഞ്ഞാൽ 1, 2 അല്ല, 3 സൈന്യങ്ങളാണ് യുദ്ധത്തിന് വന്നു. സഹിക്കാൻ കഴിയാത്ത ആമേൻ സ്ട്രോങ് ആയിട്ടുള്ള ശക്തിയുള്ള 3 സൈന്യങ്ങൾ യുദ്ധത്തിന് വന്നപ്പോൾ യോശാഫാത്ത് ഭയന്ന് നേരെ ദൈവസന്നിധിയിലേക്ക് ഓടിക്കയറി ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. ഒറ്റ ഉപവാസം. ആ ഉപവാസത്തിലെ യോശാഫാത്ത് കരഞ്ഞ കരച്ചിലും പറഞ്ഞ വാക്കുകളും ഒക്കെ വർണ്ണിച്ചാൽ തീരുകയില്ല. അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. യോശാഫാത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, KCL എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ മേൽ യഹോവയുടെ ആത്മാവ് ഇറങ്ങി. അവൻ എഴുന്നേറ്റ് പ്രവചിച്ച പ്രവചന ശബ്ദമാണ് നമ്മൾ വായിച്ച വാക്യം. യോശാഫാത്തും കൂട്ടരുമായുള്ളവരെ ഭയപ്പെടേണ്ട, യുദ്ധം യഹോവയ്ക്കുള്ളത്. ഒരു അമ്മയും പറഞ്ഞു, നിങ്ങൾ യുദ്ധം ദൈവം ഏറ്റെടുത്ത ഒത്തിരി സാഹചര്യങ്ങൾ ബൈബിളുണ്ട്. അങ്ങോട്ടൊന്നും പോകാൻ സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്നാലും പോകാം, എപ്പോഴെങ്കിലും അവസരം കിട്ടുമെങ്കിൽ. ഇതിനിടയിൽ ശ്രദ്ധിച്ച് 3 സൈന്യങ്ങൾ, മോവാബ്യർ, അമ്മോന്യർ, മെയൂന്യരിച്ചിലർ. ഈ 3 സൈന്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള ശക്തികൾ ബൈബിളിൽ വളരെ തെളിവായിട്ട് എഴുതിയിട്ടുണ്ട്. എല്ലായിടത്തോട്ടും പോകാൻ സമയമില്ലാത്തത് കൊണ്ട് ഒരു ശക്തിയെ കുറിച്ച് മാത്രം പറഞ്ഞ് വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം. അതിനകത്ത് ആമേൻ ഒരു ശക്തിയാണ് അമ്മോന്യ ശക്തി. ഈ അമ്മോന്യ ശക്തിയുടെ പുറകിൽ എപ്പോഴും ഒരു സർപ്പവ്യാപാരമുണ്ട്. നിങ്ങളൊരാമേൻ പറ.
അത് പറഞ്ഞിട്ട് ഒന്നും മിണ്ടാത്ത. ഈ അമോന്യ ശക്തിയുടെ പുറകിൽ ഒരു നാഗശക്തിയുടെ വ്യാപാരം എപ്പോഴും ഉണ്ട്. നിങ്ങളുടെ ശമൂവേലിന്റെ പുസ്തകം വായിക്കേണ്ട 11-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ശൗലിനെ അഭിഷേകം ചെയ്ത് കഴിഞ്ഞപ്പോൾ ശൗലിന്റെ അഭിഷേകത്തെ ഇസ്രായേൽ മക്കളിൽ പലരും അംഗീകരിച്ചില്ല, അല്ലേ? ശൗലിന്റെ അഭിഷേകത്തെ ഇവനാണോ ഞങ്ങൾക്ക് രാജാവ്, ഇവനാണോ ഞങ്ങളെ പ്രസംഗിക്കാൻ പോകുന്നത്, ഇവനാണോ ഞങ്ങളൊക്കെ ഓരോ മീറ്റിംഗിൽ എന്നിരിക്കുമ്പോൾ ചിലരെ കാര്യം കൂടി ഞങ്ങൾ നോക്കുമോ, ഇവനാണോ എന്ന് പ്രസംഗിക്കാൻ പോകുന്നത്, അവൻ എന്ന് പറഞ്ഞ പോലെ അവൻ ഈ ശൗലിനെ കണ്ടപ്പോൾ ഇവനാണോ ഞങ്ങൾക്ക് രാജാവാകാൻ പോകുന്നത്, ഇവനെ ആരെ ഞങ്ങൾക്ക് രാജാവാക്കി വെച്ചെന്ന് പറഞ്ഞ് ചില നീചന്മാർ, അങ്ങനെ ബൈബിളിൽ ഇരിക്കും. ഈ അഭിഷേകത്തെയും അഭിഷക്തന്മാരെയും ബഹുമാനിക്കാത്തവരെ ബൈബിൾ വിളിക്കുന്ന പേരാ. എന്താ നിങ്ങൾ മിണ്ടാത്ത? നിങ്ങളുടെ അഭിഷേകത്തെയും അഭിഷക്തന്മാരെ ബഹുമാനിക്കാത്തവരെ ബൈബിൾ വിളിക്കുന്ന പേരാ നീചന്മാർ. നീചന്മാർ അവർക്ക് അങ്ങനെ മിസ്റ്റർ നീചൻ, മിസ്സിസ് നീചൻ എന്ന് വിളിച്ചാൽ മതി. അപ്പൊ നീചന്മാർ ശൗലിനെ എന്ത് ചെയ്തില്ല? ബഹുമാനിച്ചില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, അന്നേരം അവന്റെ ഹൃദയത്തിനകത്തൊരു വൈരാഗ്യ ബുദ്ധിയൊന്നുമില്ല. ഈ അഭിഷേകം ഉള്ളവൻ ഒരിക്കലും വൈരാഗ്യമില്ല, വേദനയുമില്ല. നിങ്ങളുടെ അമ്മ പറഞ്ഞില്ല, അവന് റിവഞ്ച് ഇല്ല. അവനെ തകർക്കണം, അവനെ മുടിക്കണം. എപ്പോഴായിട്ട് കയറിയ കുന്തം എടുത്തെന്നറിയാം, അഭിഷേകം നഷ്ടപ്പെട്ടപ്പോഴാണ്, അങ്ങോട്ട് പോകാൻ സമയമില്ല. അപ്പൊ പുള്ളിക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾ കളിയാക്കിക്കോ, ഞാൻ ഇങ്ങനാണെന്നും പറഞ്ഞ് പുള്ളി സ്വസ്ഥമായിട്ട് പോയിരിക്കുമ്പോ ഈ യാബേസ് നിവാസികളുടെ അടുക്കൽ അമോന്യനായ നാഗാശ് ഇറങ്ങി. അമോന്യനായ നാഗാശ് എന്ന് പറഞ്ഞാൽ പാമ്പ്, നാഗശക്തിയുടെ പിൻബലമുള്ളവനാണ് അമോന്യനായ നാഗാശ് വന്നപ്പോൾ ഈ യാബേസ് നിവാസികൾ എന്ത് ചെയ്തെന്നറിയാമോ? ചിലരെന്നെ കുറിച്ച് നോക്കുന്നു. ഒരാമ ചിരിച്ചോണ്ട് രാമൻ പറഞ്ഞേ, അമോന്യനായ നാഗാശ് വന്നപ്പോൾ യാബേസ് നിവാസികൾ ഭയപ്പെട്ടു. യഹോശാഫാത്ത് ഭയപ്പെട്ടതുപോലെ തന്നെ ഈ യാബേസ് നിവാസികൾ എന്ത് ചെയ്തു? ഭയപ്പെട്ടു പോയ ഉടനെ, ഒരു ബൈബിൾ ക്ലാസ് എടുക്കല്ല കേട്ടോ, ഞാൻ ദൂതിലേക്ക് വരാനായിട്ടാണ്. ഭയപ്പെട്ടു പോയ ഉടനെ ഇവരെന്ത് ചെയ്തെന്ന് അറിയാച്ചാ, ഓടിച്ചെന്നെ ശിവപാസ്റ്ററെ ഈ നാഗാശിന്റെ അടുത്ത് ചെന്ന് പ്രൈസിലോട് കൊടുത്തു. പ്രൈസിലോടൊന്നും ബൈബിളിൽ കേട്ടോ, ഞാനൊക്കെ പറഞ്ഞ ആമൻ ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ട് പറഞ്ഞാ, നമുക്ക് തമ്മിൽ ഒരു സഖ്യത അങ്ങ് വരാമൻ പറഞ്ഞു, നമുക്ക് തമ്മിൽ അങ്ങ് കണക്ട് ആയിരുന്നു. കാരണം ഇവന് കണക്ട് ആകാൻ ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല, ഇവനെ പേടിയാണ്. രാമൻ പറ, പേടിയായോണ്ട് ചെന്ന് കൈ കൊടു. ഞാനത് ദൂരിലേക്ക് വരിക, ശ്രദ്ധിച്ചോടെ. കൈ കൊടുത്ത ഉടനെ അമോന്യനായ നാഗാശ് പറഞ്ഞു, നീ എനിക്ക് ഷെയ്ക്കാണ്ടൊക്കെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നമ്മൾ സഖ്യത ഉണ്ടാക്കാം, കവനന്റ് ഉണ്ടാക്കാം. പക്ഷെ ഞാനുമായിട്ട് ഉണ്ടാക്കുന്ന കവനന്റിന്, ഉടമ്പടിക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്. ഒരു കണ്ടീഷനുണ്ട്. എല്ലാവരും പോയി കൈ കൊടുക്കരുത് കേട്ടോ. രാമൻ പറ, കണ്ട മനോഹരമാണെന്ന് തോന്നിയാൽ എല്ലാവരും ഒന്നും കൈ ആത്മാവിൽ വിവേചിച്ചോ. സ്വത്രം പോകുന്നു. ഈ വൈകിട്ടത്തെ സെഷൻ ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി സ്ട്രോങ് ആണ്, കാരണം കഴിഞ്ഞ സ്ഥലം കൊടുക്കുള്ളൂ. അവൻ നാളെ പിന്നെ എപ്പോഴാ ഇനി വിളിക്കുമ്പോഴല്ലേ കാണത്തുള്ളൂ. വിളിച്ചില്ലെങ്കിൽ സ്വത്രം വിളിച്ചാൽ കാണും, അത്രേ ഉള്ളൂ. അപ്പൊ സ്വത്രം മതി. അതുകൊണ്ട് ഇച്ചിരി കഠിനതയിൽ നമ്മൾ പോയാലും പിണങ്ങൊന്നും ചെയ്ത്, പിണങ്ങിയാലും കുഴപ്പമില്ല, ഞാനങ്ങ് പോകണം. സ്വത്രം മതി. അപ്പം എല്ലാവരും ചെന്ന് നീ എന്ത് ചെയ്യരുത്? എല്ലാവരുമായിട്ട് നീ കണക്ട് ആകരുത്. ഇവന്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്, അത് ആത്മാവിൽ നീ തിരിച്ചറിയാം. എല്ലാ ദൈവമക്കളും വിശ്വാസികളും ദൈവദാസന്മാരും ആദ്യം പ്രാപിച്ചെടുക്കേണ്ട കൃപ, ഞങ്ങളുടെ കൂടെയുള്ള ദേവദാസന്മാരോട് പറയും, അഭിഷേകം പ്രാപിക്കുന്ന കൂട്ടത്തിൽ വിവേചനപരവും കൂടെ പ്രാപിച്ചോളം പ്രാപിക്കണം. കാരണം ആത്മാവിൽ വിവേചിച്ചില്ലെങ്കിൽ സ്വതന്ത്ര. പണ്ടേ ഈ വിദേശത്തൊക്കെ നമ്മളൊക്കെ പട്ടിയും പൂച്ചയും ഒക്കെ വളർത്തുന്ന പോലെ വിദേശത്ത് പാമ്പിനെ വളർത്തും ജലോമതി. അപ്പൊ ഒരുത്തൻ പണ്ട് ഇഷ്ടം തോന്നിയിട്ട് ഒരു പെരുമ്പാമ്പിനെ പിടിച്ച്, ചിലരെന്നെ കുറിച്ച് നോക്കുന്നുണ്ട്, അവൻ പെരുമ്പാമ്പിനെ പിടിച്ച് ഇവനെ വളർത്തി. ഭയങ്കര സ്നേഹം. ഭാര്യയൊന്നുമില്ല, അവന് ആകപ്പാടെ ഭാര്യയും മക്കളും എല്ലാം പാമ്പിനെ ഇങ്ങനെ സ്നേഹിച്ച് വളർത്തിക്കൊണ്ട് വന്ന് ഒരു ദിവസം നോക്കിയപ്പോ പാമ്പ് പുലിയുടെ കൂടെ കയറി കട്ടിലേക്ക്. ഇവന് ഭയങ്കര സന്തോഷമായി. ഞാൻ സ്നേഹിച്ച എന്റെ പാമ്പ് ഞാൻ പോലും ഇൻവൈറ്റ് ചെയ്യാതെ എന്റെ കൂടെ വന്ന് ആമേൻ. പക്ഷെ ഇവന്റെ കൂടെ കിടന്ന് അന്ന് മുതൽ ഈ പാമ്പ് ഒരു വക കഴിക്കുകയില്ല. ഇതൊന്ന് പട്ടിണി കിടന്നപ്പോ ഇവനങ്ങ് വിഷമായി. ചിലരങ്ങനെയാ, ആമേ ഭാര്യയ്ക്ക് അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തില്ല, ഭർത്താവിന് അസുഖം വന്നാൽ, മൃഗങ്ങൾക്ക് വല്ലതും വന്നാൽ പിന്നെ
ഒരാമൻ പറഞ്ഞു, ഇവിടെ അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉള്ളവരുണ്ട് മാനസാന്തരപ്പെടുന്നത്. ഹല്ലേലൂയ. മൃഗങ്ങൾക്ക് എന്തെങ്കിലും വന്നാൽ പിന്നെ സഹിക്കുകയല്ല, അവർക്ക് അത് ഭയങ്കര വെപ്രാളമാണ്. സ്വതന്ത്രം പറഞ്ഞേ, വീട്ടിലൊരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു, ഈ എന്തോ അതിന് പറഞ്ഞ ഷിറ്റ്സോ അങ്ങനെ ഒത്തിരി രോഗമുള്ള. എൻ്റെ ഭാര്യയാണെങ്കിൽ എല്ലാ ദിവസവും അതൊന്ന് പാല് കുടിച്ചിട്ട് മൂക്കിലെങ്ങാനും കയറി ഇത് തുമ്മി അപ്പം പറയും ഹോസ്പിറ്റലിൽ പോകാം. ഞാൻ പറഞ്ഞു, എടി എൻ്റെ അസുഖത്തിന് ഇതുവരെ ഹോസ്പിറ്റലിൽ പോകാൻ നീ പറഞ്ഞിട്ടില്ലല്ലോ. രാമൻ പറഞ്ഞു, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇവന് ഇത് കണ്ട് ഭയങ്കര വിഷമായി. ഇവൻ ഇതിനെ കൊണ്ട് ഡോക്ടറെ അടുത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവൻ ഡോക്ടറെ അടുത്ത് എന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഞാനൊരു പാമ്പിനെ വളർത്തുന്നുണ്ട്, അത് എൻ്റെ കൂടെ സ്നേഹത്തോടെ കിടക്കുന്നുണ്ട്, പക്ഷെ ആഹാരം ഒന്നും എന്ത് ചെയ്യുന്നില്ല, കഴിക്കുന്നില്ല. ഡോക്ടറുടെ ആദ്യത്തെ ചോദ്യം, നേരെയാണോ കിടക്കുന്നത് ചുരുണ്ടാണോ കിടക്കുന്നത്? എന്നാ പറഞ്ഞത്, നേരെ കിടക്കുന്നത്, വെളിയിൽ കിടന്നോളാൻ പറഞ്ഞു. എന്നാന്നറിയാമോ, നേരെ കിടന്ന് പട്ടിണി കിടന്ന് ഇവന്റെ അളവെടുത്തുകൊണ്ടിരിക്കുക. എന്തിനാ? ഇവനെ വിഴുകാൻ. സ്വപ്നം പറ. അപ്പൊ എല്ലാ സ്നേഹവും മാസ്റ്റർ രാവിലെയായിരുന്നു കുറച്ചുകൂടെ നല്ലതെന്ന് അതങ്ങനെയാ, വൈകിട്ടത്തേക്ക് വെച്ചേക്കും ചിലർ. സ്വപ്നം പറയാം. രാവിലെ ഉണ്ടാക്കിയ തോത് മാറ്റിപ്പിച്ചത് എന്തിനാന്ന് ഇപ്പോഴായിരിക്കും മനസ്സിലായത്. നിങ്ങളാരും വരത്തില്ലായിരുന്നു. ഒരു അമ്മയും പറഞ്ഞേ അമേൻ. ഹല്ലേലൂയ. അമേൻ. എല്ലാ സ്നേഹവും സ്നേഹമല്ല, എല്ലാ പ്രകടനവും സ്നേഹമല്ല. ആത്മാവിൽ നീ വിവേചിക്കണം. ആത്മാവിൽ നീ വിവേചിക്കണം. ഇതിലേക്ക് വരിക. നമ്മൾ അങ്ങനെ നിർത്തിയത്തില്ല. ഞാൻ ഇതിലേക്ക് വരിക. ശ്രദ്ധിച്ചു. അപ്പൊ ഈ യാബേഷ് എന്ന നാഗാശ് കൈ കൊടുത്തു നമുക്ക് തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കാം. അമോന്യനായ നാഗാശ് പറഞ്ഞു, കണ്ടീഷൻ ഉണ്ട്, കണ്ടീഷൻ ഇല്ലാതെ ഒരു ഉടമ്പടി. എന്താ കണ്ടീഷൻ ചോദിച്ചു? ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നിങ്ങളിൽ യോദ്ധാക്കളായ സകലത്തിന്റെയും വലങ്ങളിൽ ഞാൻ ഇങ്ങനെ ചൂഴ്ന്നെടുക്കും. സ്വത്രം. നിങ്ങളിൽ യോദ്ധാക്കളായ എന്റെ സിബിപാസ്റ്റർ എല്ലാവരോടും പോരാട്ടമില്ലെന്ന്. കഴിവുള്ളവനുണ്ട്, സൗന്ദര്യമുള്ളവനുണ്ട്, പൊക്കമുള്ളവനുണ്ട്, വണ്ണമുള്ളവനുണ്ട്, സമ്പത്തുള്ളവനുണ്ട്, കാറുള്ളവനുണ്ട്, എല്ലാം ഉള്ളവനുണ്ട്. അവനൊന്നും വേണ്ട. നിങ്ങളിൽ യോദ്ധാക്കൾ എവിടെ ഉണ്ടോ അവന്റെ വലം കണ്ട് ഞാൻ ചൂടും. ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു മീറ്റിംഗിൽ ഒരിക്കൽ പ്രസംഗിക്കാൻ പോയി. അന്ന് എനിക്ക് ഭയങ്കര പല്ലുവേദന ആയതുകൊണ്ട് വീട്ടുകാരെല്ലാം പറഞ്ഞു കാർ ഓടിച്ചു പോകണ്ട. ഞാൻ ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്ക് ഇവരൊന്നും അവൈലബിൾ അല്ലാത്തപ്പം ഞങ്ങൾ ഒരുമിച്ച് പോകുന്നതാണ് ഞങ്ങൾക്ക് സന്തോഷം. ഞാൻ രാവിലെ പറഞ്ഞു ഈഗോ ഇല്ല, അല്ലെ പിന്നെ എന്നെ ശുശ്രൂഷ വളർത്തിയ ആൾ എന്റെ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. രാമൻ പറഞ്ഞു, എന്നെ ശുശ്രൂഷയ്ക്ക് ഇറക്കിയ ആളാ അദ്ദേഹം, എന്റെ ജ്യേഷ്ഠനാ, എന്റെ ആത്മീയ പിതാവും കൂടെ. പുള്ളി എന്റെ മെസ്സേജ് കേട്ടോണ്ടിരിക്കണമെങ്കിൽ പുള്ളിക്ക് ഈഗോ ഇല്ലാത്തോണ്ടല്ലേ, അല്ലെങ്കിൽ പുള്ളി ഇവന്റെ മെസ്സേജ് ഒന്ന് തീർന്നാൽ മതിയായിരുന്നു. എനിക്കൊരു 10 ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരു ഫൈറ്റ് നടന്നിട്ടിരിക്കുക. വേറൊന്നും അല്ല, ഒരു 10 മിനിറ്റെങ്കിലും പറയാൻ പുള്ളി പറഞ്ഞു ഇന്ന് എനിക്ക് നിയോഗമില്ല, പിന്നെ എപ്പോഴേലും പറഞ്ഞോളാം. സ്വതന്ത്രം പറഞ്ഞു. ഈഗോ ഇല്ലാത്തോണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് പേരൊക്കെ ഇടയ്ക്ക് സഞ്ചരിക്കും. അപ്പൊ ഞാനൊന്ന് ഒറ്റയ്ക്കായിട്ട് വീട്ടുകാരെല്ലാം പറഞ്ഞു പല്ലുവേദന ഉള്ളതുകൊണ്ട് കാറ് പോകണ്ട, ട്രെയിൻ പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ട്രെയിനൊക്കെ കയറി യാത്ര ചെയ്ത് മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഈ യാത്ര കഴിയുമ്പോൾ വെള്ള ഷർട്ടൊക്കെ ഇടുന്നല്ലോ എന്ന് വിചാരിച്ചോണ്ട് ടീഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് ട്രെയിനൊക്കെ കയറിയിരുന്നു. കൊല്ലമായപ്പോൾ ഒരു അപ്പനും മോളും കൂടെ ട്രെയിനിൽ കയറി. ഈ പെങ്കൊച്ചും അപ്പനും എന്നെ തന്നെ ഇങ്ങനെ കുറിച്ച് നോക്കിക്കൊണ്ട് രാമൻ പറഞ്ഞു. ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനായി. നമ്മളെ തന്നെ ഒരാളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഞാൻ പെട്ടെന്ന് എന്നാ എഴുന്നേറ്റ് മാറാന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കിയിട്ട് ഈ പെങ്കൊച്ചനോട് ചോദിച്ചു പാസ്റ്റാണോ എന്ന് ചോദിച്ചു. ഇതൊരു ഹിന്ദു പെങ്കൊച്ച, കയ്യെ ചരടുണ്ട്, പൊട്ടു കുത്തിക്കൊണ്ട് എല്ലാ പരിപാടികളും ഉണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു പാസ്റ്റാണോ? ഞാൻ പറഞ്ഞു അത് എങ്ങനെ മനസ്സിലായി? അല്ല കണ്ടപ്പോ അങ്ങനെ തോന്നി ചോദിച്ചാണ്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞാൻ കോട്ടയത്ത് എനിക്ക് ഇറങ്ങണം, ഒരു തിരുവല്ലയൊക്കെ എപ്പോഴും ഞാൻ ഇറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ പെട്ടിയൊക്കെ എടുത്ത് ക്രമീകരിച്ചിട്ട് എന്നോട് ചോദിച്ചു ഒരു വാക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. ഒരു വാക്ക് എനിക്ക് ഭയങ്കര അതിശയായിട്ട്. ഇത്രയും യാത്ര ചെയ്തിട്ട് എത്ര പാസ്റ്റർമാരും വിശ്വാസികളെയും കണ്ടിട്ടുണ്ടെന്നറിയോ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരു മീറ്റിങ്ങിന് പോയപ്പം ഞാനും ദേവദാസനും കൂടെ ലുലുവിലൊന്ന് കയറി എന്തോ ഒരു സാധനം വാങ്ങിക്കാനും. അവിടെ ചെന്നപ്പോൾ ഒരു ദേവദാസൻ അവിടെ ഇരിക്കുക. എന്നെ കണ്ട ഉടനെ ഞാൻ ആ പുള്ളിയെക്കാട്ട് ഇച്ചിരി കൂടെ വലിയ വേദനായതുകൊണ്ട് അപ്പുറത്തൂടെ ചെന്ന് തോണ്ടി. ഞാൻ ചോദിച്ചു എന്നെ തിരിഞ്ഞു. നല്ല ഒന്നുമില്ല, ഞാൻ പറഞ്ഞു കാണാതിരിക്കാന്ന് മനസ്സിലായി, അതുകൊണ്ട് ഇപ്പുറത്തൂടെ വന്നേന്ന്.
ആമേൻ. അപ്പൊ നമ്മുടെ വിശ്വാസികളൊക്കെ എങ്ങനെയൊക്കെ ഓടുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഹിന്ദു ആയ ഒരു കൊച്ചു പറയാം, എനിക്ക് വേണ്ടി ഒരു വാക്ക് സത്യം പറഞ്ഞ എന്റെ ദൈവഭാഷ എന്റെ കണ്ണെന്ന് നിറഞ്ഞു. കാരണം നമ്മുടെ വിശ്വാസികൾക്ക് തോന്നാത്തൊരു മാനസാന്തരം ആ കൊച്ചിന് തോന്നിയത്. ആമേൻ. ഞാൻ അവിടെ വെച്ച് ആ ട്രെയിനിൽ വെച്ച് അവളുടെ തലയെ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ആ കൊച്ചിനോട് ചോദിച്ചു, മോളെ ഞാൻ എന്തിനാ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? ഉടനെ അവൾ എന്നോട് പറയും, ഞാൻ മിലിറ്ററി ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. മിലിറ്ററി ഹോസ്പിറ്റലിലെ ഡോക്ടറാ. ഞാൻ ചോദിച്ചു, അതിനെന്തിനാ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? നല്ല ജോലി ഉണ്ടല്ലോ, നിനക്കെല്ലാം വെച്ചിട്ട് പിന്നെന്താ? അവൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഭീഷണിയുണ്ട്. ഞാൻ ചോദിച്ചു, എന്തിനാ? എല്ലാ വർഷവും ഈ സൈനികർക്ക് ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, ശാരീരിക കായികക്ഷമത പരിശോധിക്കും. ഇതിനകത്ത് ഈ ടെസ്റ്റിനകത്ത് പരാജയപ്പെടുന്നവൻ സൈന്യത്തിൽ നിന്ന് മാറി നിൽക്കണം. പിന്നീട് ഇവന്റെ കായികക്ഷമത തെളിയിക്കുന്നത് വരെ ഇവന് സൈന്യത്തിൽ യുദ്ധം ചെയ്യാനോ പ്രവേശിക്കാനോ പാടില്ല. അങ്ങനെ കായികക്ഷമത ഇല്ലാത്തവർ നിർബന്ധത്താൽ ഇവളോട് പറയും, നീ ഒപ്പിട്ടില്ലെങ്കിൽ നിന്നെ കൊല്ലുമെന്ന്. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, അത് പറയാനല്ല വന്നേ. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഒരു യോദ്ധാവാകണമെങ്കിൽ അവന് കാഴ്ച അത്യാവശ്യമാണ്. രാമൻ പറ ദൂതിലേക്ക് വരിക. അവര് വന്നോളൂ, നിങ്ങൾ വന്നേ. നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ അവരെ വിടാം. ഇങ്ങോട്ട് നോക്കും. ആമേ. നിങ്ങൾ ഒരു ദിവസം കൊണ്ട് അവർക്ക് ആഹാരമൊക്കെ ഒഴിച്ചിട്ട് നാളെ കൊടുത്തു വിട്ടാൽ മതി. ഇങ്ങോട്ട് വാ. ആമേ. ഹല്ലേലൂയ. അവര് വേണ്ടവരതെല്ലാം ക്രമീകരിച്ചോളൂ. നമ്മുടെ ദൈവസംഘം പോലെ ശ്രദ്ധിച്ചു. അപ്പം ഒരു യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാഴ്ച അവൻ ഇമ്പോർട്ടന്റ് ആണ്. എന്ന് പറഞ്ഞാൽ കാഴ്ചയില്ലാത്തവന് യുദ്ധം ചെയ്യാൻ പറ്റില്ല. ഒരാമേൻ പറ. കാഴ്ചയില്ലാത്തവന് യുദ്ധം ചെയ്യാൻ ഇത് പിശാചിന് അറിയാവുന്നതുകൊണ്ട് പിശാച് പറയും, എല്ലാവരെയും എനിക്ക് വേണ്ട, നിങ്ങളിൽ യോദ്ധാക്കളായവനെ മാത്രം മതി. എല്ലാവരെയും എനിക്ക് വേണ്ട, പ്രാർത്ഥിക്കുന്നവനെ മാത്രം മതി. എല്ലാവരെയും എനിക്ക് വേണ്ട, ആരാധിക്കുന്നവനെ മാത്രം മതി. എല്ലാവരെയും എനിക്ക് വേണ്ട, വിശുദ്ധി നിൽക്കുന്നവനെ മാത്രം മതി. ചിലരൊക്കെ പറയുന്നില്ലേ, എന്നോട് മാത്രം എന്നെ എത്ര പോരാട്ടവും നമ്മളൊക്കെ ചോദിക്കുന്നില്ലേ? അല്ലേ? ഇല്ല, നിങ്ങള് എന്നോട് മാത്രം എന്നെ എത്ര പോരാട്ടം? ആമേൻ. ഞാൻ വലിയ പ്രകാശം കാണാൻ വെക്കും, മിന്നാമിനി പോലെ ഒരു വെട്ടം എന്റെ ജീവിതത്തിൽ മാത്രം. ഇതെന്താന്ന് നമ്മളെല്ലാം ചോദിക്കും. എനിക്ക് മാത്രം എന്നെ ഇത്ര പ്രശ്നം, എനിക്ക് മാത്രം എന്നെ ഇത്ര പോരാട്ടം, എനിക്ക് മാത്രം എന്നെ ഇത്ര വേദന ചോദിക്കുന്ന ചോദ്യമില്ലേ? ഒറ്റ കാരണമുള്ളൂ, നീ യോദ്ധാവായതുകൊണ്ട്. നിങ്ങൾ മിണ്ടുന്നില്ല. എത്ര കുഞ്ഞുങ്ങൾ വീട്ടിൽ ജനിച്ചു, ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. പക്ഷെ മോശ കുഞ്ഞ് ജനിച്ചപ്പോൾ മാത്രം പിശാചിനോടെ ഇളകിയില്ല. എന്താ കാരണം? പിശാചിന് അറിയാം ഏതോ ഒരുത്തൻ റെഡീമറാണ്, വീണ്ടെടുപ്പുകാരനാണ് എന്ന് പറഞ്ഞാൽ നിന്റെ ശുശ്രൂഷയുടെ മാത്രം ഒരു പോരാട്ടം ഉണ്ടെങ്കിൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, നിന്റെ അകത്തൊരു വീണ്ടെടുപ്പുകാരന്റെ നിന്റെ അകത്തൊരു വീണ്ടെടുപ്പുകാരന്റെ സ്വന്തം പറ. നിങ്ങളുടെ കൂടെ പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചു മുന്നിലേക്ക് വരിക. അപ്പൊ എല്ലാവരോടും പോരാട്ടമില്ല. ആരോടാ? യോദ്ധാക്കളോട്. യോദ്ധാക്കളോട് മാത്രം. ഇനി ശ്രദ്ധിച്ചോണേ, എന്താ വലങ്ങണ്ണി ചൂഴ്ന്നെടുക്കുക എന്ന് പറഞ്ഞാൽ കാഴ്ച നഷ്ടപ്പെടുക എന്നാണ്, അല്ലേ? അതിനർത്ഥം എന്നാന്നറിയോ? കാഴ്ചപ്പാടുകളെ ചൂഴ്ന്നെടുക്കണം. നിന്റെ ദർശനങ്ങളെ ചൂഴ്ന്നെടുക്കുക, നിന്റെ വെളിപ്പാടുകളെ ചൂഴ്ന്നെടുക്കുക, നിന്റെ ശുശ്രൂഷകളെ ചൂഴ്ന്നെടുക്കണം. എന്നിട്ട് അവയവം നഷ്ടപ്പെട്ടവനായി, അംഗവൈകല്യമുള്ളവനായി ദേശത്തൊരു അപമാനമാക്കാൻ പൈശാചികൻ നിന്റെ അകത്ത് ഇനിയുള്ള നിങ്ങളുടെ കൂടെ വന്നാൽ മതി. ആരാധിക്കേണ്ടവർ ആരാധിച്ചോ. ആമേൻ. ആമേൻ. എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ച ഒരു വിഷയമാണ്. ആമേൻ. ആകാശ് പറയും, എനിക്ക് നിങ്ങളുടെ വലങ്കണ്ണ് വേണം. എന്താ വെച്ചാൽ ഈ ദേശത്തെ അപമാനമാക്കാൻ നിൽക്കുന്ന ശക്തികളാണ് ഏറ്റവും വലിയ ശക്തി. ഈ പൗലൂസ് മെലീത്തെ ചെന്നപ്പോ അണലി വിറകിനകത്തൊന്നും ചാടി. തീ കത്തിക്കുന്നവന് മാത്രമേ ചാട്ടമൊക്കെ ഉള്ളൂ, അല്ലാത്തവനൊന്നും പ്രശ്നമൊന്നുമില്ല. ഒത്തിരി പേരുണ്ട്, അവർ തീയുമില്ല, ഞങ്ങൾ നനഞ്ഞ പടക്കം പോലെ എങ്ങനെ ഇരിക്കും, അവർക്കൊന്നും പാമ്പുമില്ല. കത്തിക്കുന്നവന് മാത്രം പോരാട്ടമുണ്ട്. ഈ അണലി പറ്റിയപ്പോ ബർബരന്മാർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താ?
രക്ഷപ്പെട്ടിട്ടും നീതിദേവി ഇവനെ ജീവിക്കാൻ ചെയ്യുന്നില്ല. ആമേൻ. കാരണം ഇവന്മാര് പ്രതീക്ഷിച്ച എന്നാന്നറിയോ, ഈ അണലിക്ക് ഒരു ചരിത്രമുണ്ട്. ഇത് പറ്റിയവനെല്ലാം വീർത്തെന്ത് ചെയ്യും? പറ, വീർത്ത് ചാവും. വീർത്ത് ചാകുക എന്ന് പറഞ്ഞാൽ എന്നറിയാമോ, അവന്റെ സ്വന്തം രൂപം, സ്വരൂപം നഷ്ടപ്പെടുക, അപമാനിക്കപ്പെടുക. നിങ്ങളുടെ കൂടെ ദേശത്ത് അവനെ അപമാനമാക്കും. ഇടയ്ക്ക് ഈ പാമ്പിനെ കാണുമ്പോൾ എനിക്ക് ഈ ഭയങ്കര രസം തോന്നി. ഇതുപോലെ മണ്ടൻ ജീവി ലോകത്ത് വരാനുണ്ട്. ഭയങ്കര മണ്ടനാണ്. നല്ല കാലും കയ്യോ കൊണ്ടുവരുന്ന നമ്മളെ പോലെ നടന്നിരുന്ന സാധനമാണ് ഈ പാമ്പ്. ഏതെന്ന് വെച്ച് പിശാച് ഒരു ദിവസം ചെന്ന് ചോദിച്ചു, ഒരു ദിവസം ആ ബോഡി ഒന്നും കടം തരാമെന്ന് ചോദിച്ചു. അവയിൽ എടുക്കപ്പം എടുത്തോളാൻ പറഞ്ഞു. അന്ന് മുതൽ പുള്ളി ഇങ്ങനെ എനിക്ക് ഈ പാമ്പിനെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നി. ഞാൻ ഈ ഒരു ദിവസം ചോദിച്ചു, ഈ പൗലോസിനെ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. എന്താ വിഷം ഇറക്കാൻ നോക്കിയിട്ട് തിരിച്ചടിക്കുന്നതല്ലാതെ അമ്മേ കടിച്ചിറക്കാൻ നോക്കിയിട്ട് തിരിച്ചടിക്കുന്നതല്ലാതെ. ഞാൻ നാടൻ ഭാഷ പറഞ്ഞ പൗലൂസിന്റെ മൂക്കി പഞ്ഞി വെക്കാൻ പോയ പാമ്പിന്റെ മൂക്കി പഞ്ഞി വെക്കാൻ അതല്ലേ അതിന്റെ സത്യം. അമ്മ അങ്ങനെ ഒന്നും നിന്നെ തകർക്കാൻ പറ്റില്ല, നിന്നെ അപമാനമാക്കാൻ പറ്റുകയില്ല. കാരണം നീ നിൽക്കുന്നത് ദൈവ കൃപയിലാണ്. നീ വന്നതല്ല, അവൻ നിന്നെ കൊണ്ടുവന്നതാണ്. രാത്രികളൊക്കെ ശത്രുവൊക്കെ എഴുന്നേറ്റാലും നിന്നെ ഒതുക്കാനൊന്നും അവനെ കൊണ്ട് പറ്റുകയില്ല. ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കാതെ ആരോടൊക്കെ പരിശുദ്ധമായി വിടപ്പെടുക. നിന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കാതെ ഒരു പൈശാചിക മണ്ഡലം ഈ ശക്തി പറയുക നിങ്ങളിലുള്ള സകല യോദ്ധാക്കളുടെ വലം കണ്ട ഇത് കേട്ട് ഇവർ പേടിച്ചു. കാരണം ഇങ്ങനെ ഒരു കണ്ടീഷൻ ഈ നാഗാശ് പറയുന്നു ഇവർ ജീവിതത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഇവർ ഭയന്നു പോയി. ഇവര് ചാടിക്കറി പറഞ്ഞു, ഞങ്ങൾക്കൊരു 7 ദിവസം തരണം. എത്ര ദിവസമാ? 7 ദിവസം. എന്തിനാ 7 ദിവസം എന്ന് ചോദിച്ചാൽ പറയാ, 7 ദിവസത്തിനകം ഞങ്ങൾക്ക് വേണ്ടി ഒരുവൻ എഴുന്നേൽക്കും. എഴുന്നേറ്റില്ലെങ്കിൽ നിന്റെ മുമ്പിൽ വന്ന് ഞങ്ങള് മുട്ടുമടക്കാം, മലം കണ്ടെടുത്തോളം. ഈ 7 ദിവസം യാബേശിട്ട ഡേറ്റാ. രാമൻ പറ. ഇവർ ഇത് കേട്ടുകൊണ്ട് വീട്ടിൽ ചെന്നപ്പം ശൗൽ ഈ അഭിഷേകമുള്ളൊരു പ്രത്യേകതയുണ്ട്. ശത്രുവിന്റെ വെല്ലുവിളി കേട്ട് അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഇത് ശൗലിന്റെ കാതിൽ കേട്ടു. ശൗല് സടകുടഞ്ഞ് എഴുന്നേറ്റു, ഒരേർക്കാളെ എഴുത്താൻ നടത്തി. എന്നിട്ട് അതിന്റെ മാംസം കണ്ടിച്ച് എല്ലാവരുടെ വീട്ടിൽ കൊടുത്തു. കോളിമ്പല്ലടിച്ച് കഥക് തുറന്ന് നോക്കിയപ്പോ ഇറച്ചിയായിട്ട് ആള് ഭയങ്കര സന്തോഷം. അച്ഛൻ പറഞ്ഞു, ഇന്ന് കറിക്കുള്ളത് ആയിട്ടുണ്ടെന്നും പറഞ്ഞ് കയ്യിലോട്ട് വാങ്ങിച്ചുടനെ കൊടുത്ത ആള് പറഞ്ഞു, ഇത് കറി വെക്കാനുള്ളതല്ല, ഇൻവിറ്റേഷൻ ലെറ്റർ ആണ്. കറി വെക്കാനുള്ളതല്ല, ഇൻവിറ്റേഷൻ. കല്യാണത്തിനൊക്കെ കല്യാണക്കുറി കൊണ്ട് തരത്തില്ലേ, വരണമെന്നും പറഞ്ഞ്. പോകത്തില്ലേലും വരണമെന്നും പറഞ്ഞ് തരത്തില്ലയോ? ഞാൻ കഴിഞ്ഞ 5-10 വരെ കല്യാണക്കുറി എടുത്ത് കളക്കാരി ചേർന്നത്. സ്വന്തം പറഞ്ഞു, എവിടെ പോകാനാണ്? നമുക്ക് ഇവിടെ പ്രസംഗിക്കാൻ കഴിഞ്ഞിട്ട് എവിടെ നേരം കല്യാണത്തിന് പോകാൻ. അപ്പൊ എന്ന് പറഞ്ഞാൽ പോകത്തില്ലെങ്കിൽ ഇഷ്ടംപോലെ കല്യാണക്കുറി കിട്ടുന്ന പോലെ ഇത് കിട്ടിയപ്പോ ഇവരോർത്ത് സന്തോഷമായി കറി വെക്കാൻ. ഇത് പറഞ്ഞ ഇൻവിറ്റേഷൻ ലെറ്റർ. എന്നാന്നറിയോ, നേരാമണ്ണ ഉപവാസം വെച്ചവന്മാര് വരികയല്ല. ശമുവേൽ ഉപവാസം പ്രഖ്യാപിച്ചപ്പോ ഇവന്മാര് വല്ല വഴിയും പോയി. ഇപ്പൊ പിശാച് പണം ഉയർത്തിക്കൊണ്ട് വന്നപ്പോ ഇതിന് കരയുക. അതുകൊണ്ട് ശൗലിനറിയാം നേരാമണ്ണം വിളിച്ചവന്മാർ എന്ത് ചെയ്യത്തില്ല. അതുകൊണ്ട് ഇറച്ചി കൊടുത്തു വിട്ട് കർത്താവിനറിയാം നിന്നെ എങ്ങനെ വിളിപ്പിക്കണം. ഇറച്ചി കിട്ടിയ ഉടനെ പറഞ്ഞു, ഇത് കൈപ്പറ്റിയവനെല്ലാം, ശ്രദ്ധിച്ചു കേട്ടോണേ, ഇത് കൈപ്പറ്റിയവനെല്ലാം നാളെ യുദ്ധത്തിനിറങ്ങണോ? അതെന്നാന്ന് ചോദിച്ചു. ഉടനെ ശൗല് പറഞ്ഞ ദൂത് കേട്ടോടെ, നിങ്ങൾ ഇട്ടതാ 7 ദിവസം.
നിങ്ങൾ പറഞ്ഞതാ 7 ദിവസം, പക്ഷെ ദൈവം പറഞ്ഞു ദൂത് കേട്ടോളാൻ പറഞ്ഞു. എന്നാന്ന് ചോദിച്ചാൽ പറയാ, നാളെ നേരം വെളുത്ത് വെയിൽ മൂക്കുന്നതിന് മുന്നമേ നാഗാശിന്റെ തലയെ ദൈവം വെട്ടാൻ പോവാണ്. മനസ്സിലായവരുണ്ടെങ്കിൽ ആളുകളായി നിന്റെ ശുശ്രൂഷകളിൽ, നിന്റെ തലമുറകളിലെ, നിന്റെ കൂടാരത്തിലെ അറിയില്ല. ഇതിനകത്തിരിക്കുന്ന ചില അഭിഷക്തന്മാരെ നോക്കി ആത്മാവിനെ ഞാൻ പ്രവചിക്കുക. നിന്റെ ശരീരത്തെ തകർക്കാം, നിന്റെ അവയവങ്ങളെ തകർക്കാം, ബലഹീനനാക്കാം, നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത വിധത്തിൽ ആക്കി തീർക്കാം. എല്ലാ സർവ്വവ്യാപാരവും യേശുവിന്റെ അടുത്തൊരു തോത് പറയാതെ പോയാൽ ശരിയാകില്ല. അതുകൊണ്ട് അതുകൂടെ പറയാം. ഒറ്റയൊരെണ്ണം അംഗീകരിച്ചിട്ട് അച്ഛൻ ഇവന്റെ ശുശ്രൂഷ. ഇവനാണോ ഞങ്ങളെ ഭരിക്കാൻ പോകുന്നത്? ഇവനാണോ ഞങ്ങളെ ശുശ്രൂഷിക്കാൻ പോകുന്നത്? അമ്മേ, പക്ഷെ ഒരു നാഗാശിനെ അങ്ങോട്ട് വെട്ടിക്കഴിഞ്ഞപ്പോ ഇവര് പറയാം, നിന്നെപ്പോലെ ഒരു രാജാവിനെ ഞങ്ങൾക്ക് കിട്ടിയത് ഭാഗ്യമാണ്. മനസ്സിലായ ഇതുവരെ കിട്ടാത്ത അംഗീകാരങ്ങൾ, ഇതുവരെ കിട്ടാത്ത ഒരു പ്രവചന ശബ്ദമായിട്ട് എടുത്തോണം. ഭവിഷ്യന്മാരെ, ഒതുക്കപ്പെട്ട കാലഘട്ടം അവസാനിക്കാൻ പോകും. ശുശ്രൂഷ അംഗീകരിക്കുക അധികം നാളൊന്നും ഒതുക്കപ്പെടാൻ സ്വർഗം അനുവദിക്കുക. സ്തോത്രം പറഞ്ഞേ. എന്നെങ്കിലും ഒരു ദിവസം പൊട്ടി പുറത്തു തിരിക്കുന്നവനാണ്. രാവിലെ ആർക്കോ പ്രാർത്ഥിച്ചപ്പോ മെഫിബോശത്തിന്റെ കാര്യം പറഞ്ഞു. മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മെഫിബോശത്തിന്റെ കാര്യം ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ആ ദൂത് പറഞ്ഞു കഴിഞ്ഞപ്പോ ആ ദൂത് എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. ഈ ദാവീദാണ് കൽപ്പന പുറപ്പെടുവിച്ച് ഒരു മുടന്തനെ പോലും വീട്ടിൽ കയറ്റുന്നത്. ദാവീദിന്റെ മുടങ്ങന്മാരും കുരുടന്മാരും കണ്ണെടുത്ത കണ്ടുകൂടാ. അങ്ങനെ ഒരു പ്രശ്നം ദാവീദിനുണ്ട്. മുടന്തന്മാരെ കുരുടന്മാരെ ബൈബിളിലുള്ളതല്ലേ ഞാൻ പറഞ്ഞത്, കണ്ണെടുത്ത കണ്ടുകൂടാ. പുള്ളി പറഞ്ഞു ഒറ്റ ഒന്നും വീട്ടിൽ കയറ്റി പോലും ഇവന്മാരെ. അങ്ങനെ ഒരു ചൊല്ലുണ്ടായെന്ന ബൈബിളിൽ പറയാം. അങ്ങനെ ഒരു ചൊല്ലുണ്ടായി. പുള്ളി ഇത് പറഞ്ഞ നേരത്തെ അങ്ങനെ ഒരു ചൊല്ല് ഉണ്ടായി. ആരും വീട്ടിൽ കയറ്റിയില്ല മുടന്തന്മാർ.
അങ്ങനെ ഇരിക്കുമ്പോഴേ യോനാഥാന്റെ മകനായ മെഫിബോശെത്ത് ദാത്രിയുടെ കയ്യിൽ നിന്ന് താഴെ വീഴുന്നു, കാല് മുടങ്ങാവുന്നു, ലോദേബാരൻ ഒറ്റപ്പെട്ട് കിടക്കുക. അങ്ങനെ ഇരിക്കുമ്പോ ദാവീദിന് പെട്ടെന്ന് ഒരു വെളിപ്പാട്, യോനാഥാന്റെ നിമിത്തം ആരോടെങ്കിലും ദയ കാണിക്കണം ഉണ്ടോന്ന് ചോദിച്ചു. പറഞ്ഞ വൃത്തിനായ സീബ. ബൈബിള് വായിക്കണം കേട്ടോ. ഈ മലയാളം അറിയാൻ പറ്റാത്തവരെ ബൈബിള് വായിച്ചാൽ മതി, ഈസിയായിട്ട് മലയാളം. അല്ലാതെ പിന്നെ ലോദേബാരൻ അമ്മിയലിന്റെ മകനായ മാഖീറിന്റെ വീട്ടിൽ മെഫിബോശെത്ത്, ഇതൊക്കെ ഒരു 10 പ്രാവശ്യം പറഞ്ഞു. ഇല്ലാത്ത മലയാളം ഓട്ടോമാറ്റിക്കായിട്ട്. അങ്ങനെ സീബായെ വിളിച്ചിട്ട് ചോദിച്ചു, അമ്മയോട് എങ്കിലും ദയ കാണിക്കണമെന്ന് വെച്ചു. സീബ പറഞ്ഞു, അയ്യോ അങ്ങനെ കാണിക്കണം, ഒരു പയ്യനുണ്ട്. ആരാന്ന് ചോദിച്ചു. മെഫിബോശെത്ത് അവൻ ലോദേബാരൻ അമ്മിയലിന്റെ മകനായ മാഖീറിന്റെ വീട്ടിൽ കിടക്കൊണ്ടു. സീബായെ പറഞ്ഞു പെട്ടെന്ന് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഈ സീബ എടുത്തെടുത്ത് പറയുന്നുണ്ട്, അവന് 2 കാലം മുടന്ത. ദാവീദ് ചോദിച്ചാൽ പുള്ളിക്കറി ഇവന് മുടങ്ങനെ ഇഷ്ടമില്ലെന്നോ പറഞ്ഞു. അമ്മേ ദാവീദ് പറഞ്ഞു, നീ പോയി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ലോദേബാരൻ ഇവനെ കൊണ്ടുവന്ന് അങ്ങോട്ട് കൊട്ടാരത്തിൽ കയറിയപ്പോഴും ഇവനോട് പറയാതെ, കൊട്ടാരത്തിൽ രാജാവിന്റെ മേശ കൊടുത്തു അവിടെ ഇരിക്കുന്നോളാൻ പറഞ്ഞു. എല്ലാ ദിവസവും രാജകീയ ആഹാരം. ഇനി നിനക്ക് കാല് മുടങ്ങാനുണ്ട്, കൃഷി ചെയ്യാനുണ്ട്, നിനക്ക് കപ്പാസിറ്റി ഇല്ല, അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ ആളെ കൃഷി ചുമ്മാ ഇരുന്നാൽ മതി, അക്കൗണ്ടിൽ പൈസ വരും. മെഫിബോശെത്തിനോട് പറയാം, കാരണം എന്താണെന്നറിയോ, അപ്പന്റെ നിമിത്തം ദയ തോന്നില്ല. നീ എന്നെ ചിന്തിപ്പിച്ചെന്നറിയോ, മോളുടെ മൂന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് നിന്ന പറഞ്ഞു, ഈ മുടന്തനെ വീട്ടിൽ കയറ്റരുതെന്ന് പറഞ്ഞ ദാവീദിനെ കൊണ്ട് തന്നെ മുടന്തനെ കൊട്ടാരത്തിൽ കൊണ്ടുപോകും. മുള്ളി പറഞ്ഞ ഒറ്റ മുടന്തനെ വീട്ടിൽ, മുള്ളി ഇപ്പൊ മുടന്തനെ കൊണ്ടുവന്ന് താമരം വെച്ചു കൊടുക്കുക. രാമൻ പറ, നിന്നെ ദൈവത്തിന് പ്രസാദം തോന്നിയാവുണ്ടല്ലോ, നിന്നെ തള്ളിക്കളഞ്ഞവൻ നിന്നെ കേറി വരും. ശ്രദ്ധിച്ചോണം, വിധികളെ ദൈവത്തിൽ. അപ്പം ഈ ശൗലിനെ അവർ അംഗീകരിക്കാൻ തുടങ്ങി. കാരണം ഇവന്റെ അകത്ത് വ്യാപിച്ച അഭിഷേകത്തിന്റെ ശക്തി പുറത്തു വന്നു. നീ ശ്രദ്ധിച്ചു, നമ്മൾ പറഞ്ഞു വന്നത് ഈ ശക്തിയെ കുറിച്ചാണ്. ഇങ്ങനെയുള്ള 3 ശക്തിയാണ് യെഹോശാഫാത്തിനെതിരെ വെളിപ്പെട്ടത്. രാവിലെ നമ്മൾ പറഞ്ഞു, നീ എന്റെ കയ്യിലെ വെള്ളവും യുദ്ധത്തിലുള്ള ആയുധങ്ങളും ആകുന്നു. ചിലപ്പോൾ ദൈവം നമ്മളെ ഒരു ആയുധമാണ്, ചിലപ്പോൾ ദൈവം നമ്മളെ ഒരായുധമാണ്. ഈ ശിംശോൻ തിന്നയിലേക്ക് പോയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ അതിറങ്ങുന്നു. ആ ബൈബിൾ എന്നെ ഇരിക്കുന്നത്, അവന്റെ കയ്യിലൊന്നുമില്ലാതിരിക്കെ എന്ന് പറഞ്ഞ ആയുധമൊന്നും, പക്ഷെ അവനൊരായുധമായി മാറി. അവൻ അതിനെ വലിച്ച് ആട്ടുകൂട്ടിയപ്പോൾ ഒരു കോഴിയെ ഒരു കോഴിയെ രണ്ടായിട്ട് വലിച്ചു കിടാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ബ്രോയിലർ ചിക്കന്റെ കാര്യമല്ല, നാടൻ കോഴി. പിള്ളേർക്കൊന്നും അത് അറിയത്തില്ല. അമ്മേ ഹല്ലേലൂയ. ഞങ്ങളുടെ തമിഴ്നാട്ടിൽ നാട്ടുകൂടി മാത്രമേ കിട്ടുള്ളൂ, അതുകൊണ്ടാണ് സ്വത്രം പറഞ്ഞത്. ഹല്ലേലൂയ. കയ്യിലൊന്നുമില്ലാതിരിക്കെ ഒരാട്ടിൻകുട്ടിയെ പോലെ അതിനെ വലിച്ചു കീറി എന്ന് പറയുമ്പോൾ അവനൊരു ആയുധമായി. ചില സമയത്ത് ദൈവം നമ്മളെ ആയുധം, അത് ഭയങ്കര ഒരു പ്രോസസ്സാണ്. അത് വേദന നിറഞ്ഞതാണ്. അടി കൊള്ളണം, ആലയിൽ കയറണം, തീക്കകത്ത് കിടക്കണം. അത് പക്ഷെ പോട്ടെ, ചില സമയത്ത് ദൈവം നമ്മുടെ കയ്യിലായുധം, നമ്മുടെ കയ്യിൽ അതെന്നാ പറയാ, ഒന്നുകിൽ പ്രാർത്ഥന ഒരായുധമാണ്, അഭിഷേകം ഒരായുധമാണ്, ആരാധന ഒരായുധമാണ്. ഇവിടെ മെഫിബോശെത്തോട് യെഹോശാഫാത്തിനോട് സ്വർഗം പറഞ്ഞു, ഈ സൈന്യത്തെ കണ്ട് നീ പേടിക്കരുത്, യുദ്ധം ദൈവം ഏറ്റെടുക്കാൻ പോകും. നിന്റെ കയ്യിൽ ഒരായുധം ദൈവം തരും, നീ അത് ഉപയോഗിച്ചാൽ മതി. യുദ്ധം ദൈവം ഏറ്റെടുത്ത ഒത്തിരി സന്ദർഭങ്ങൾ ബൈബിളിലുണ്ട്. അതിലേക്കൊന്നും പോകാൻ സമയമില്ലെങ്കിൽ ഒന്നും തൊടാം. ഇസ്രായേൽ മക്കൾ 430 വർഷം അടിമത്തത്തിലാണ്. എത്ര വർഷം? 350 വർഷമാണ് മോശയുടെ ജനനം. ആദ്യത്തെ 40 വർഷം മോശ എവിടെ വളർന്നേ? ആരോടാണ് പറയുന്നത്? വളർന്നത് അടിമ വീട്ടിലാണെങ്കിലും, ജനിച്ചത് അടിമ വീട്ടിലാണെങ്കിലും, വളർന്നത് കൊട്ടാരമാണ്. അതൊരു ഭാഗ്യ.
രാമൻ പറഞ്ഞു. നമ്മളൊക്കെ ജനിച്ചത് എവിടെയാണെന്ന് നോക്കിയാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല, അങ്ങനത്തെ സാഹചര്യം. പക്ഷെ ഇപ്പൊ ജീവിക്കുന്നതോ അത് ദൈവകൃപ. ഞാൻ ഇടയ്ക്ക് പറയുന്നത് വെച്ചാൽ ഒന്നും ഇല്ലെങ്കിൽ എല്ലാം ഉള്ളവരെ പോലെ നടത്തുന്നുണ്ട്. അതൊരു കൃപയാണ്. 4 പേര് കണ്ടാ പറയോ? സ്വത്രം പറഞ്ഞു. എന്നാത്തിനാ ഒരു ഉഴവ്? നല്ല വസ്ത്രം ദൈവം, നല്ല ആഹാരം ദൈവം. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകർന്നില്ല. എന്റെ ജ്യേഷ്ഠന്റെ ഒരു സ്നേഹിതൻ തമിഴ്നാട്ടിലുള്ള തിരുനെല്ലിയിൽ വലിയ ബിസിനസ്സുകാരനാണ്. മഹിന്ദ്രയുടെ JCBയുടെ ജയകുമാർ നാടാർ ഫാമിലിയാണ്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ കയറണമെങ്കിൽ ഒരു 4 ഡോറെങ്കിലും തുറന്നാലേ അദ്ദേഹത്തിന്റെ ഓഫീസിൽ കയറാൻ പറ്റുള്ളൂ. ആദ്യം ചെല്ലുമ്പോൾ PA എല്ലാം നടക്കണം, പിന്നെ PA നമ്മളെ ആനയിച്ച് 4 ഡോറ് തുറന്ന് അകത്ത് കയറണം. അത്ര ടൈറ്റ് സെക്യൂരിറ്റിയാണ്. അത് പറഞ്ഞാൽ അത്രയും അങ്ങനെ ആർക്കും അകത്ത് കയറാൻ പറ്റത്തില്ല. ഞങ്ങൾ അകത്തോട്ട് ചെല്ലുമ്പോൾ ഇത്രയും വലിയ കമ്പനിയുടെ മുതലാളി എഴുന്നേറ്റ് നിന്ന് കൂടെയുള്ള പാസ്റ്റർമാരോട് ഞാൻ പറയാം, അവിടെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നവന്റെ ക്വാളിറ്റി ഉള്ളതിനൊക്കെ പുള്ളിയുടെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നവന്റെ വിദ്യാഭ്യാസം ഇല്ല, പിന്നെ എന്താ തൊഴുന്നേ? ഇതെടുത്തോണ്ടാ. അല്ലെങ്കിൽ ഈ ബഹുമാനം വല്ലതും കിട്ടുമല്ലോ. ഇതെടുത്തത് കൊണ്ടല്ലേ. അപ്പൊ ജനിച്ചത് എവിടാന്നുള്ള വിഷയമല്ല, വളരുന്നത് എവിടാ. ഈ 40 വർഷം ഒരു പ്രശ്നം ഉണ്ടാകുന്ന വെച്ചാൽ ഈ പുള്ളി ജീവിച്ചത് മുഴുവൻ രാജകുമാരനെ പോലാണ്. പോലെ എന്ന് പറയാൻ പറ്റത്തില്ല, രാജകുമാരനായിട്ടാണ്. എനിക്ക് വെള്ളം, ചില ഭർത്താക്കന്മാരൊക്കെ ഭാര്യമാരോട് പറഞ്ഞില്ല, വെള്ളം എന്ന് പറയുമ്പോഴേ ഭാര്യ പേടിച്ച് കുടിക്കൂടെ വെള്ളം വെക്കുന്ന പോലെ പുള്ളി എനിക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ കൊണ്ടേ കൊടുക്കാൻ ആള്, ആഹാരം വേണം എന്ന് പറഞ്ഞാൽ കൊണ്ടേ കൊടുക്കാൻ. ഈ അഹങ്കാരം എല്ലാം തലയ്ക്കിറക്കുന്ന സ്വർഗം വന്നു. ഇത് ഇറക്കണമെന്ന് ഒരു പരിപാടിയുള്ളൂ. ഓരോ ദിവസവും, ഓരോ മിനിറ്റ്, ഓരോ മണിക്കൂർ, ഓരോ സെക്കൻഡ്, ഓരോ ആഴ്ച, മാസം, വർഷം പറഞ്ഞ് ദൈവം ഇത് താഴെ ഇറക്കി. എങ്ങനെയാണെന്നറിയോ? അടുത്ത 40 വർഷം മരുഭൂമി കൂടെ അടുത്ത 40 വർഷം ഇത്രോവിന്റെ ആടുകളെ വെച്ചുകൊണ്ട് മരുഭൂമി കൂടെ എന്താ വെച്ചാ വെള്ളം, ആഹാരം ആര് കൊടുക്കണം? എവിടെ കിട്ടാൻ പിടിക്കണം. നമ്മള് ദേവദാസന്മാർ ഏത് ദേശത്ത് പോയാലും ആദ്യം നോക്കുന്ന അവിടെ നല്ല ഓർഡർ ഉണ്ടോ. എവിടെ നല്ല ഹോട്ടൽ അടിമാലി വന്നിട്ട് പറ്റിയില്ല. അടുത്ത പ്രാവശ്യം സ്വന്തം പറഞ്ഞു എവിടെ നല്ല ഹോട്ടലുണ്ടെന്ന്. കാരണം എങ്ങനെയായിരുന്നു നല്ല ആഹാരം കഴിക്കണമെന്നൊരു ആഗ്രഹം രാമൻ പറഞ്ഞു. ഇത് എവിടെ തപ്പി നടക്കാൻ? ഇത്രോ വലിയ ആടുകളെ വെച്ചുകൊണ്ട് ഇങ്ങനെ പോവുക. വെള്ളം കൊടുക്കാൻ ആളില്ല, ആഹാരം കൊടുക്കാൻ ആളില്ല, ഒന്നുമില്ല. പക്ഷെ അടുത്ത 40 എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നറിയോ? നിയോഗം കണ്ടിറങ്ങി 40 വർഷം, തീ കണ്ടിറങ്ങി 40 വർഷം. അടുത്ത 40 വർഷത്തെ പ്രത്യേകത, നീ നിയോഗം കണ്ടിറങ്ങിയതാണല്ലോ പ്രത്യേകത. ശ്രദ്ധിച്ചോളാം. ആദ്യത്തെ 40 വർഷം വെള്ളം കൊടുക്കാൻ ആളുണ്ട്, ആഹാരം കൊടുക്കാൻ. രണ്ടാമത്തെ 40 വർഷത്തിൽ ഒന്നുമില്ല. മൂന്നാമത്തെ 40 വർഷം നിയോഗത്തിന്റെ 40 വർഷം പ്രത്യേകത, നിൽക്കുന്നിടത്ത് വെള്ളം ഉണ്ടായി വരും. വീടിന്റെ വാതിൽ ആഹാരം വന്നതാണ്. എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ച വിഷയമൊക്കെ വലിയൊരു പ്രസംഗമാണ്. പക്ഷെ എന്നാൽ ഓടിച്ചെന്ന് പറയാം, നിയോഗത്തിലാണെങ്കിൽ നിനക്ക് വേണ്ടുന്നത് സ്വർണ്ണം നിന്റെ കൂടാരത്തിലാണ്. ഒന്നിനും നീ ആരുടെയും പുറകെ പോകണ്ട. നീ നിൽക്കുന്നിടത്ത് സ്വർഗം നിനക്ക് വേണ്ടുന്ന ഓടിപ്പോട്ടെ, ഓടിപ്പോട്ടെ. സമയം അവസാനിക്കും. എനിക്ക് മീറ്റിംഗ് തീർക്കേണ്ട സമയത്തിന് 5 മിനിറ്റ് കൂടെ ഉള്ളൂ. പക്ഷെ ഞാനൊരു 10 മിനിറ്റ് കൂടെ എടുക്കും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഇതൊരു പ്രശ്നം. ആത്മാവ് കയറി കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്ക് ബ്രേക്കുണ്ട്, പക്ഷെ ഈ പ്രസംഗത്തിന് ബ്രേക്കില്ല. ആമേൻ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ? അവൻ അടുത്ത 40 വർഷം നിയോഗത്തിന്റെ 40 ഈ 40 വർഷത്തിൽ ഇസ്രായേൽ മക്കളെ അടിമത്തം പൊട്ടാൻ തുടങ്ങും. അങ്ങനെ ഇസ്രായേൽ മക്കളെ അടിമത്തം പൊട്ടി ഫറവോൻ എടുക്കച്ചെന്ന് പറഞ്ഞ് എന്റെ ജനത്തെ വിട്ടയക്കാൻ. അതൊരു പിന്നത്തെ പ്രശ്നം എന്നെ വരുമ്പോ പറയാം. അങ്ങനെ ഇസ്രായേൽ മക്കളുടെ അടിമത്തം പൊട്ടാൻ നേരം ദൈവം പറഞ്ഞു, ആബീബ് മാസം 10-ാം തീയതി
തിരഞ്ഞെടുക്കപ്പെട്ട 1 വയസ്സുള്ള ഊനമില്ല ആട്ടിൻകുട്ടി, 1 വയസ്സുള്ള 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം, അതിനെ അറുക്കണം, അതിന്റെ രക്തമെടുത്ത കട്ടളക്കാലിലും ഉറുമ്പുകളിലും പുരട്ടണം, അതിന്റെ മാംസം കൈപ്പുകിലോട് പുളിപ്പില്ലാത്ത അപ്പത്തോടും കൂടെ ഭക്ഷിക്കണം. എന്തിനാ? അന്ന് രാത്രി സംഹാരദൂതൻ വരും, പക്ഷെ രക്തം അടയാളമുള്ളിടത്ത് സംഹാരം കയറത്തില്ല. ആമേൻ, ആമേൻ. നിന്റെ പടിവാതിക്കൽ വന്നിട്ട് കേറാത്തത് എന്നാണെന്നറിയാം? കുഞ്ഞാടിന്റെ രക്തം നിനക്ക് അടയാളമാണ്. അങ്ങനെ ഇസ്രായേൽ മക്കൾ അന്ന് രാത്രി പുറപ്പെടുക. ഇവരെ പുറപ്പെടുവിച്ച് കഴിഞ്ഞപ്പോഴാണ് ഫറവോന് മനസ്സിലായത് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരം അവൻ കാണിച്ചിട്ട്. ചില സമയത്ത് അങ്ങനെ ദൈവം പിശാചിന്റെ ബുദ്ധി ഒന്ന് വീട്ടിലുണ്ട്. ഇവൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം പുള്ളിക്ക് ലേറ്റ് ആയിട്ടാണ് മനസ്സിലായത്. ഉടനെ പുള്ളി രഥം ഓടിക്കുന്ന ദേരാളികളോട് പറഞ്ഞു, പെട്ടെന്ന് ആ വണ്ടിയിൽ കയറി വിട്ടോളാൻ പറഞ്ഞു പുറകെ. അങ്ങനെ ഇസ്രായേൽ മക്കൾ പോയി ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഫറവോന്റെ രഥം പുറകെ. മുമ്പിൽ നിന്നവർ ചെങ്കടൽ കണ്ടു കൊടുത്തു, പുറകിൽ നിന്നവർ ഫറവോന്റെ രഥത്തിന്റെ ശബ്ദം കേട്ട് ഈ നടുക്ക് നിന്നവർ എന്തിനാ കൊടുത്തത് എനിക്ക് മുമ്പിൽ നിന്നവർ കണ്ടിട്ട് കൊടുത്തു, ഇവര് കേട്ടിട്ട് വരുമ്പോൾ നടുക്ക് നിന്നവർ എന്നാ കണ്ടിട്ടാ പോകുന്നത്. എന്നാലും അവരെല്ലാം വെറുതെ ഞങ്ങളും കൂടെ സത്യമല്ല. ഇത്രയും ലക്ഷം ജനങ്ങൾ ഇവന്മാര് ചെങ്കടൽ കണ്ടോ? പറ, രഥം കേട്ടോ? അങ്ങനെ കേട്ടങ്ങ് മുറിവുറുക്കുന്നു. ഇങ്ങനെ ഇവര് നിന്ന് പുറവുറുത്തോണ്ടിരിക്കുമ്പോ മോശ ദൈവത്തോട് ചോദിച്ചു, കേട്ടോ ഈ സാധനങ്ങളെ കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകാം? നീ ആ പറഞ്ഞു ഞാനിത് പറ്റത്തില്ലെന്ന് അന്നേ. മോശ ദൈവം പറഞ്ഞു, ഞാൻ പറയുന്ന അനുസരിച്ച് അവരോട് ദൂത് പറ, നാളെ അത്ഭുതം ചെയ്യാൻ പോവാം. മോശ ഇസ്രായേൽ മക്കളോട് മിണ്ടാതിരിക്കുക, ദൈവം ചെയ്യാൻ പോകുന്ന അത്ഭുതം നല്ലോണം പറഞ്ഞു. അങ്ങോട്ട് തിരിഞ്ഞു ചോദിക്കുക എങ്ങനെ ചെയ്യണം. നമ്മുടെ ദൈവദാസന്മാരിൽ ചില സമയത്ത് മോശെ പോലെ വിശ്വാസികൾ വരുമ്പോ പോലെ അച്ഛൻ ഒന്നും അത്ഭുതം ദൈവം നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല. സത്യമല്ല, ഞങ്ങളുടെ വേദന നിങ്ങൾക്ക് ആർക്കും അറിയരുത്. സത്യമല്ല ഞാൻ പറഞ്ഞത്. ആമേൻ. വിശ്വാസത്താൽ അങ്ങ് പറയുക ദൈവം ഒരു അത്ഭുതം ചെയ്യും. പക്ഷെ അതിന് ആമേൻ, ആ ദൈവം ആമേൻ പറയും. സ്വന്തം പറ. നമ്മളങ്ങ് വിശ്വാസം റിലീസ് ചെയ്യുമ്പോ അവരും കൂടെ രണ്ട് വിശ്വാസം കൂടെ ഒന്നാകുമ്പോൾ രണ്ട് മനസ്സൊന്നായ ഭയങ്കര അത്ഭുതം. ഈ ദൂതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലോ, ഈ വിധവയുടെ വീട്ടിൽ ഏലിയാവ് ചെന്നപ്പം ഏലിയാവ് പറഞ്ഞു, എനിക്കൊരാടാ ആകെപ്പാട് ഒരടയുള്ളെന്ന് പുള്ളിക്കാരത്തി പറഞ്ഞു, ഞങ്ങള് മരിക്കാനിരിക്കാം. പുള്ളിക്കാരൻ പറഞ്ഞു, നിങ്ങൾ മരിക്കാതിരിക്കുക, അത് വിഷയം എനിക്ക് അട വേണം. എന്റെ മനസ്സത് നാളെ ഫേസ്ബുക്കിൽ വാട്സാപ്പിൽ ഇത് മാത്രമേ കാണത്തുള്ളൂ. സ്വത്രം പറ. പക്ഷെ അവളുടെ മനസ്സൊന്നും ആലോചിച്ചു, ചോദിച്ചിട്ടുണ്ട് ദൈവദാസനല്ല, ഞങ്ങൾ കഴിച്ചില്ലേലും കുഴപ്പമില്ല. ദൈവദാസൻ ഈ രണ്ടും മനസ്സൂടെ ഒന്നായപ്പോ ഉറവ് തോന്നുന്നു. രണ്ടും കൂടെ ഒന്നായപ്പോ ഉറവ് മോശ ദൈവത്തോട് ചോദിച്ചു, മോശയോട് ഞാൻ പറഞ്ഞു, നിന്റെ കൈ ഞാൻ തന്ന വഴിയില്ലേ അതങ്ങോട്ട് എടുക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഈ ഫറവോന് സൈന്യം വേഗത കൂട്ടി പുറകെ പാഞ്ഞു വരുമ്പോ മുമ്പിൽ നിന്നിരുന്ന ദൈവത്തിന്റെ ദൂതന്മാർ മേഘസ്തംഭം പുറകോട്ട് മാറി. അങ്ങനെയല്ല ബൈബിളിൽ ഇരിക്കുന്നത്, പുറകോട്ട് മാറി. ഫറവോനും രഥവും അടുത്ത് വന്നപ്പോൾ സ്വർഗം അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് ഫറവോന്റെ രഥത്തെ ഒന്ന് നോക്കിയപ്പോൾ ഇവന്റെ ഓട്ടം തെറ്റാണ്. ഇസ്രായേൽ മക്കൾ മുഴുവൻ പുറവുറുത്തോണ്ടിരിക്കുമ്പോ ഫറവോന്റെ തേരാളി പറയാ, ദാണ്ടെ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ദൈവം ഇറങ്ങിയിട്ടുണ്ട്. മനസ്സിലായവർ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി എവിടെയൊക്കെയോ നീ വഴിമുട്ടി, നീ നിനക്ക് മുൻപോട്ട് പോകാൻ മാർഗമില്ലെന്ന് പറയുന്നത് സ്വർഗം ഇന്ന് രാത്രി അരുളി ചെയ്യുകയാണ്.
പ്രാർത്ഥിക്കാൻ പോകും. ശ്രദ്ധിച്ചു. അങ്ങനെ യെഹോശാഫാത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ യഹസ്യേൽ പറഞ്ഞു, പേടിക്കണ്ട, യുദ്ധം ആരായിട്ടെടുക്കും. ഒറ്റ കാര്യം ചെയ്യണം, ഒരു കൊയർ ടീമിനെ എന്ത് ചെയ്യണം, ഒരു കൊയർ ടീമിനെ ഉണ്ടാക്കണം. എന്നിട്ട് അവരോട് പറയണം, നിങ്ങൾ ചെയ്യാത്ത കാര്യം അവരോട് ചെയ്യാൻ പറയണം. എന്നാ അതിരാവിലെ എഴുന്നേക്കാം. അല്ലെങ്കിൽ ചാടിപ്പേര് പറഞ്ഞാൽ ആമേൻ. പക്ഷെ ഇവർ ആമേൻ പറയാത്തോണ്ട് എല്ലാവരും താമസം എഴുന്നേക്കുന്നത് എനിക്ക് മനസ്സിലായി. ആമേൻ. അവരോട് പറഞ്ഞു, നിങ്ങൾ അതിരാവിലെ എന്ത് ചെയ്യണം. അതൊക്കെ വേണം. പണ്ടൊക്കെ അതിരാവിലെ ചിലർ ചോദിക്കുന്നത് എന്തിനാ വർഷ പാടി നാരായണൊക്കെ ഉറങ്ങി അതുകൊണ്ട് പാടിയത്. ചിലർ ഉറങ്ങിയായിരുന്നു, അവരെ എഴുന്നേക്കാൻ വേണ്ടി പാടുന്നു. അവൻ രാവിലെ എഴുന്നേക്കാൻ പറഞ്ഞു. എന്നിട്ട് ശ്രദ്ധിച്ചു, എല്ലാവരും കൂടെ പാളയത്തിൽ കയറി പർവ്വതത്തിൽ കയറി നിൽക്കാൻ പറഞ്ഞു. യഹോശാഫാത്ത് ഒരു പൊട്ടനെ പോലെ ദൈവം പറഞ്ഞു അന്ന് അനുസരിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ച്, ചില സമയത്ത് നീ യുദ്ധം ചെയ്യാൻ വാളെടുക്കണ്ട. സ്വർഗം നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം പർവ്വതത്തിലൂടെ കയറി കൊയത്തിലൂടെ നിന്നിട്ട് കരങ്ങൾ ഉയർത്തിയെന്ന് പാടാൻ പോയി. ശ്രദ്ധിച്ചുകൊണ്ടേ ഈ ദൂതോടെ അവസാനിപ്പിക്കാം. പർവ്വതത്തിൽ കയറി കരം ഉയർത്തി നിന്ന് പാടിയപ്പോൾ താഴെ 3 സൈന്യങ്ങൾ ഒരുമിച്ച് വരിക. സ്വർഗമയച്ച പതിയിരിപ്പുകാരെ അങ്ങോട്ട് ഇറങ്ങി. ആമേൻ. പതിയിരിപ്പുകാരെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? മോവാബിനും അമ്മോന്യരും കൂടെ പറഞ്ഞിടാ, നമുക്ക് ഒരുമിച്ച് മെയൂനിനെ അങ്ങ് തട്ടിയേക്കാൻ നോക്കും. സ്വന്തം പറഞ്ഞേ, ഇവന്മാര് രണ്ടും കൂടെ കൂടി അവന്മാരെ അങ്ങ് തട്ടി. ആമേൻ പറ. മേളിൽ എന്താ നടന്നുകൊണ്ടിരിക്കുക? ആരാധന നടന്നുകൊണ്ടിരിക്കുക. അടുത്തത് ഈ മേയൂനിന് തീർന്നു കഴിഞ്ഞപ്പോ മോവാബിനും അമ്മയോരും കൂടെ നോക്കി, ഇനി എന്നാ ചെയ്യുന്ന, നമുക്ക് തമ്മിൽ ഒന്ന് തല്ലിയേക്കാൻ നോക്കും. സ്വന്തം പറ. മേളിൽ എന്നാ നടന്നുകൊണ്ടിരിക്കുക? മേളിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുക. താഴെ യുദ്ധം ചെയ്യാതെ 3 സൈന്യത്തെ ദൈവം വെട്ടിക്കളഞ്ഞു. ആരാധിക്കുമ്പോ അടിമാലി ദേശത്ത് സ്വർഗം ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കൂ. നിങ്ങൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോ നിങ്ങളുടെ വീട്ടിൽ ദൂതന്മാർ ഇറങ്ങുക. ഒത്തിരി കാലത്ത് ദാവീദിനോടൊക്കെ ദൈവം പറഞ്ഞോണ്ട് ഷൈനി ഇറങ്ങിയപ്പോ ദാവീദ് പേടിച്ചു. പിന്നെ ദാവീദിന്റെ ഒരു പ്രത്യേകത, എപ്പ യുദ്ധം ചെയ്യണം ദൈവത്തോട് ചോദിച്ചു, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണോ, യുദ്ധം ചെയ്യണോ? ദാവീദിനോട് ദൈവം പറഞ്ഞു, ഇപ്രാവശ്യം നീ യുദ്ധം ചെയ്യണ്ട, നീ ബാധാവൃക്ഷത്തിന്റെ അരികിൽ പോയി നിന്നോ. അവിടെ പോയി നിൽക്കുമ്പോ നിന്റെ കാതിൽ ഒരു ഒച്ച കിട്ടും. എന്നാന്നറിയോ? സ്വർഗത്തിൽ നിന്ന് സൈന്യം ഇറങ്ങിയിരിക്കുന്ന ഒച്ച. അതെന്നാന്ന് വെച്ചപ്പോൾ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ആളിറങ്ങിയിട്ടുണ്ട്. എനിക്ക് ദൂത് എങ്ങനെ പറഞ്ഞു നിർത്തണമെന്നറിയില്ല. അതുപോലെ ദൈവസ്ഥാനത്തിൽ ഞാൻ അനുഭവിക്കാം. ശ്രദ്ധിച്ചോ, യഹോശാഫാത്ത് കൂട്ടരും കൂടെ പാടാൻ തുടങ്ങിയപ്പോ മോവാബിനും അമ്മോന്യരും മേയൂനരും കൂടെ വെട്ടിത്തീർന്നു. തീർന്നില്ല. ആരാധിക്കുന്നവന് ദൈവം ഒരു പ്ലസ് പോയിന്റ് കൊടുക്കും, ഒരു ഗിഫ്റ്റ് കൊടുക്കും. എന്നാന്നറിയോ? യഹോശാഫാത്തെ, നീ പർവ്വതത്തിൽ കയറിയത് ആയുധം ഇല്ലാതെ ആണോ?
നിന്റെ കയ്യിൽ ആ പണം ഒറ്റ ആയതോടെ എന്നതാ ആരാധന, പ്രാർത്ഥന. ഇതല്ലാതെ വേറൊരു ആയുധ ശില്പാസ കയ്യിലില്ല. അതുകൊണ്ട് സ്വർഗം പറഞ്ഞു ആരാധിക്കാൻ മനസ്സുള്ളവരായോട് നീ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. സ്വത്രം പറ. ഈ നൂറ് പറഞ്ഞ് അവസാനിപ്പിക്കുക. താഴോട്ട് ഇറങ്ങി ഇപ്പൊ ഇഷ്ടം പോലെ നന്മകൾ താഴെ കിടക്കുക. ആരെയാ? മോവാബിന്റെ, അമോന്യന്റെ, മെയൂന്യരുടെ. ഇതെല്ലാം കൂടെ സ്വർഗം കാണിച്ചിട്ടോ നീ ഒന്നുമില്ലെങ്കിൽ ആരാധിക്കാൻ മനസ്സുള്ളവനല്ല. പോയി കൊള്ളയിടാം. അയ്യോ നിങ്ങളൊരു അമ്മയും പറഞ്ഞില്ല. ഒന്നും രണ്ടുമല്ല 3 ദിവസം എടുത്ത് കൊള്ളയിടാം. അവസാനിപ്പിക്കാൻ പോവല്ല. ഞാൻ പ്രസംഗിച്ചോണ്ടിരിക്കും. ആമേൻ. രാത്രി